കലി ചെയ്തികൾ ഭവിച്ചു നളരാജകുമാരനിൽ. എരിഞ്ഞു ജീവിത വീതിയിൽ പൊലിഞ്ഞു രാജ്യവും പ്രിയയും പിരിഞ്ഞു മാർഗം ഇരുവരും കഴിഞ്ഞു വ്യഥയതിൽ സദാ നളഗാത്രം വെടിഞ്ഞു കലിയും ക്ഷണമാത്രേ തിരഞ്ഞു പ്രിയയെ. ബാഹുകവേഷം കൊണ്ടു നളൻ സാരഥിയായി ഋതുപർണനു. ബാഹുകവേഷം കൊണ്ടു നളൻ സാരഥിയായി ഋതുപർണനു. രാജ്യവും നേടി സ്വയം പത്നിയോട് ചേർന്നു രാജനും. രാജ്യവും നേടി സ്വയം പത്നിയോട് ചേർന്നു രാജനും. ദേവാസുര യുദ്ധത്തിൽ കൈകേയി ദശരഥനെ രക്ഷിച്ചത് എങ്ങനെയെന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതുന്നത്? ഓപ്ഷൻ എ, മോഹാലസ്യപ്പെട്ടുപോയ ദശരഥനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട്. ബി, ആണി ഇളകിപ്പോയ തേർ ചക്രത്തിൽ സ്വന്തം വിരൽ കടത്തി. സി, അസുരന്മാരെ നേരിട്ടെതിർത്തുകൊണ്ട്. ഡി, മായ കൊണ്ട് മറ തീർത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നീ പറയും അല്ലെങ്കിൽ ഞാൻ പറയാം? നീ പറയും, ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ പറ വേഗം. ബി, ആണി ഇളകിപ്പോയ തേർചക്രത്തിൽ സ്വന്തം വിരൽ കടത്തി. നമുക്ക് ലോക്ക് ചെയ്യാം. ബി, ആണി ഇളകിപ്പോയ തേർ ചക്രത്തിൽ സ്വന്തം വിരൽ കടത്തി. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദേവാസുര യുദ്ധത്തിൽ കൈകേയി ദശരഥനെ രക്ഷിച്ചത് എങ്ങനെയെന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതുന്നത്? എ, മോഹാലസ്യപ്പെട്ടുപോയ ദശരഥനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട്. സി, അസുരന്മാരെ നേരിട്ടെതിർത്തുകൊണ്ട്. ഡി, മായ കൊണ്ട് മറതീർത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ,
മോഹാലസ്യപ്പെട്ടുപോയ ദശരഥനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട്. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ, മോഹാലസ്യപ്പെട്ടുപോയ ദശരഥനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട്. ഉറപ്പാണോ? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സ്വയം രാജാവകാശം നിരസിച്ചുകൊണ്ട് രാജാധികാരത്തിന്റെ പ്രതീകമായി ഭരതൻ രാമനിൽ നിന്ന് സ്വീകരിക്കുന്നത് എന്താണ്? എ, വില്ല്, ബി, മരവുറി, സി, പാതുകം, ഡി, കിരീടം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി, പാതുകം. സി, പാതുകം. എത്ര പെട്ടെന്ന് ആൻസർ ചെയ്തു. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. സി, പാതുകം. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 14 ആണ്ട് പൂർത്തിയാകുന്നതിന്റെ തൊട്ടടുത്ത സൂര്യോദയത്തിൽ ശ്രീരാമൻ തന്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്നില്ലെങ്കിൽ താൻ എന്തു ചെയ്യുമെന്നാണ് ഭരതൻ പ്രഖ്യാപിക്കുന്നത്? എ, സ്വയം രാജാവാകും, ബി, അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും, സി, ജലസമാധി നടത്തും, ഡി, രാജ്യം വിട്ടു പോകും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവള് പറയണ്ട, കുട്ടി എന്നെ പറയൂ. പറ. ബി, അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. ബി, അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. എന്താ പറയാനൊരു പേടിയുണ്ടായത്? നേരത്തെ ഞാൻ പറഞ്ഞ കാരണം. അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. സോ ബി, അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്. ആണോ? ഉറപ്പാണ്? നേരത്തെ ഇതുപോലെ ഒരു ഉറപ്പ് പറഞ്ഞതാ. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ചിത്രകൂടത്തിൽ താമസിച്ചിരുന്ന മുനിമാർ അവിടം വിട്ടുപോകാൻ കാരണമെന്ത്? എ, രാക്ഷസന്മാരുടെ ശല്യം, ബി, വന്യമൃഗങ്ങളുടെ ആക്രമണം, സി, ശ്രീരാമന്റെ സാന്നിധ്യം, ഡി, വരൾച്ച. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് ആർക്കും അറിയണ ഉത്തരാണ്. എ, രാക്ഷസന്മാരുടെ ശല്യം. എ, രാക്ഷസന്മാരുടെ ശല്യം. ആർക്കും അറിയണ ഉത്തരാണെങ്കിൽ പിന്നെ പറയണോ അല്ലേ? ഓക്കെ, എന്തായാലും ലോക്ക് ചെയ്യട്ടെ. നമുക്ക് ലോക്ക് ചെയ്യാം. എ, രാക്ഷസന്മാരുടെ ശല്യം. നോക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഏതുതരം സ്ത്രീകളാണ് പുണ്യവതികൾ എന്നാണ് അനസൂയ പറയുന്നത്? എ, ഭൂമിയുടെ മേലും കീഴും കണ്ടറിഞ്ഞ സ്ത്രീകൾ, ബി, ഭൂമിയെ അടക്കി ഭരിക്കുന്ന സ്ത്രീകൾ, സി, അവിശ്വാസികളായ സ്ത്രീകൾ, ഡി, വിശ്വാസികളായ സ്ത്രീകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ, ഭൂമിയുടെ മേലും കീഴും കണ്ടറിഞ്ഞ സ്ത്രീകൾ. എ, ഭൂമിയുടെ മേലും കീഴും കണ്ടറിഞ്ഞ സ്ത്രീകൾ. നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ശരിയാണെങ്കിൽ അടിപൊളി. അതെ, ഇതാണ് ഇപ്പൊ ഈ സമയം ഉണ്ടല്ലോ, ഈ സമയത്ത് ലോട്ടറി അടിച്ചാല് ശരിയാണെങ്കിൽ അപ്പടിക്കും. എടുത്താല് ലോട്ടറി എടുത്താം. നിങ്ങളുടെ ടൈം അത്രയ്ക്ക് നല്ലതായിരിക്കും. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീമേക്ക് 2 മാർക്ക്. ഇനി അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ശ്രീരാമൻ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം ചിത്രകൂട പർവ്വതത്തിലാണ് വസിക്കുന്നതെന്ന് ഭരതനെ അറിയിക്കുന്നത് ആര്? എ, വസിഷ്ഠൻ, ബി, ഗുഹൻ, സി, ഭരദ്വാജൻ, ഡി, ഒരു വനവാസി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ഭരദ്വാജൻ. ഓപ്ഷൻ സി, ഭരദ്വാജൻ. നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി, ഭരദ്വാജൻ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ! ധർമാധർമ്മങ്ങൾ വിശകലനം ചെയ്യേണ്ട ഈ സഭയിൽ നടക്കുന്നത് ധർമ്മമാണോ? രജസ്വലയായി അന്തഃപുരത്തിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞിരുന്ന എന്നെ ഈ സഭയിലേക്ക് വലിച്ചിഴച്ച ദുര്യോധന ദുശാസനാദികളുടെ പ്രവർത്തികൾ ധർമ്മമാണോ? കൃഷ്ണ, രക്ഷിക്കൂ കൃഷ്ണ, ആപൽ ബാന്ധവ. അന്ന് കൃഷ്ണൻ സഹായത്തിനെത്തി. അതുകൊണ്ട് ഞാൻ അഭിമാനിയായി. ഹേ പിതാമഹന്മാരെ, പാഞ്ചാലി അടിമയാണോ? ചൂതുകളിയിൽ തോറ്റ് അടിമയായി മാറിയ ധർമ്മപുത്രർക്ക് എന്നെ എങ്ങനെയാണ് പണയം വെക്കാൻ സാധിക്കുന്നത്? സ്ത്രീ ക്രയവിക്രയത്തിനുള്ള ഒരു വസ്തുവാണോ? ധർമ്മവേദികളായ ഗുരുജനങ്ങൾ പറയട്ടെ, ഈ പാഞ്ചാലി അടിമയാണോ അല്ലയോ എന്ന്. എന്റെ ഈ കേശം കണ്ടില്ലേ?
ഇത് വലിച്ചഴിച്ചവന്റെ മാറിലെ ചോര പുരണ്ട കൈകൊണ്ടല്ലാതെ ഇനി ഞാനിത് കെട്ടുകയില്ല. ഇത് പാഞ്ചാലിയുടെ ശപഥം. തീയിൽ കുരുത്തവളാണ് നാം, ദ്രുപദ രാജാവിന്റെ മകൾ. കത്തിജ്വലിക്കുന്ന യജ്ഞകുണ്ഠത്തിൽ നിന്നും ദ്രോണാചാര്യരെ വധിക്കുവാൻ വേണ്ടി മാത്രം പിറവികൊണ്ട ദൃഷ്ടദ്യുമ്നനോടൊപ്പം ജനിച്ചവൾ യജ്ഞസേനി. ദ്രുപദ രാജാവിന്റെ മകളായതിനാൽ ദ്രൗപദി എന്നും പാഞ്ചാലദേശ കന്യയായതിനാൽ പാഞ്ചാലി എന്നും എനിക്ക് വിളിപ്പേര്. ഞാൻ യൗവനയുക്തയായപ്പോൾ പിതാവ് എനിക്ക് വിവാഹാലോചന ആരംഭിച്ചു. പഞ്ചപാണ്ഡവരിൽ മധ്യമനായിരുന്ന അർജുനനായിരുന്നു എന്റെ വരൻ. എന്നാൽ വിവാഹ നിശ്ചയ സമയത്ത് അദ്ദേഹം എവിടെയാണെന്നു കൂടി അറിയില്ലായിരുന്നു. പക്ഷേ വിധിയുടെ പൂർത്തീകരണത്തിനെന്ന പോലെ വിവാഹനാളിൽ അദ്ദേഹം എത്തി. ഉയരത്തിലിരിക്കുന്ന യന്ത്രക്കിളിയുടെ ഗളച്ഛേദം താഴെ ജലബിംബത്തിൽ നോക്കി ലക്ഷ്യത്തിൽ ശരമെയ്യണം. അത് അർജുനന് മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ലക്ഷ്യം കണ്ട് എന്നെ വേട്ടു. അതിനുശേഷം ഞാനും അദ്ദേഹവും അനുഗ്രഹത്തിനായി അമ്മയുടെ പക്കലേക്ക് പോയി. അപ്പോൾ അമ്മ ഞങ്ങളെ കാണാതെ എന്തുതന്നെയായാലും ഭിക്ഷ 5 പേരും പങ്കിട്ടെടുക്കുവാൻ പറഞ്ഞു. അത് അതുപോലെ അനുസരിക്കുകയും ചെയ്തു. അതാണല്ലോ പഞ്ചപാണ്ഡവരുടെ ശക്തി, അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഒരു കുടക്കീഴിൽ. അങ്ങനെ ഞാൻ 5 വീരന്മാരുടെ ധർമ്മപത്നിയായി. അവർ 5 പേരിലും എനിക്ക് 5 പൊന്നോമന പുത്രന്മാർ ജനിച്ചു. ഇന്ദ്രപ്രസ്ഥവാസത്തിൽ അസൂയ പൂണ്ട ദുര്യോധനാദികൾ ചൂതുകളിക്കായി പഞ്ചപാണ്ഡവരെ ക്ഷണിച്ചു. ശകുനി കള്ളച്ചൂതായിരുന്നു കളിച്ചത്. ആ ചൂതുകളിയിൽ തോറ്റ് വനവാസത്തിനായി പോകുമ്പോഴും ദുശാസനൻ പിടിച്ചുലച്ച എന്റെ കേശം അതുപോലെ തന്നെ കിടന്നു. വനവാസകാലത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കിർമീരന്റെയും ജഡാസുരന്റെയും ആക്രമണം. അന്ന് ദുർവാസാവ് മഹർഷി അതിഥിയായി എത്തിയപ്പോൾ കൃഷ്ണൻ സഹായത്തിലുണ്ടായിരുന്നെങ്കിൽ ഹോ, ഓർക്കുവാൻ കൂടി വയ്യ. അതിനുശേഷം ജയദ്രിതൻ എന്നെ അപഹരിച്ചപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ രക്ഷിച്ചു. അജ്ഞാതവാസകാലത്ത് വിരാട രാജാവിന്റെ സന്നിധിയിൽ വെച്ച് കീചകൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഭീമസേനൻ അയാളെ വധിച്ചു. വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരികെ അർദ്ധരാജ്യത്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ദുര്യോധനന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്റെ അഴിഞ്ഞുലഞ്ഞ കേശം ഞാൻ അദ്ദേഹത്തെ കാണിച്ചിരുന്നു. ദൂത് പരാജയപ്പെട്ടു. യുദ്ധം ആരംഭിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. എങ്ങും ദീനരോദനങ്ങളും ആർപ്പുവിളികളും ആരവങ്ങളും മാത്രം. പക്ഷേ എനിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. ഞാൻ സൈരന്ധ്രിമാരെ പ്രത്യേകം ഏർപ്പാടാക്കി. അതാ ഭീമസേനന്റെ അലർച്ച കേൾക്കുന്നു. ദുശാസനന്റെ മാറിലെ ചുടുചോരയുമായി അദ്ദേഹം വരികയാണ്. ആ ചോര പുരണ്ട കൈകൾ കൊണ്ട് എന്റെ കാർകൂന്തൽ ചീകി കെട്ടുവാൻ എന്റെ പ്രിയതമൻ സത്യപ്രതിജ്ഞ നിറവേറ്റാൻ പോകുന്നു. ഞാൻ സന്തോഷപൂർവം അദ്ദേഹത്തോട് ചേർന്നു നിന്നു. അദ്ദേഹം തന്റെ വിരിഞ്ഞ ബലിഷ്ഠമായ മാറിൽ എന്റെ ശിരസ് ചേർത്ത് വെച്ച് പാദം വരെ നീണ്ടുകിടക്കുന്ന എന്റെ മുടിയിൽ അത് ലേപനം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ എന്റെ മനസ്സും ശരീരവും ശപഥം നിറവേറ്റിയതിന്റെ സന്തോഷത്തിൽ സ്വർഗം പോകുകയായിരുന്നു. അപ്പോൾ തേരിന്റെ തണ്ടിലിരുന്നു കൊണ്ട് ശ്രീകൃഷ്ണൻ നൽകിയ ആ ചെറു പുഞ്ചിരി അതെനിക്ക് ഒരു കുളിർമഴയായിരുന്നു. ഒൻപതാമത്തെ അധ്യായത്തില് 17ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ചൊല്ലി വ്യാഖ്യാനിക്കുക. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോംകാര ഋക്സാമയജുരേവ ച. ലോകത്തിൻ്റെ മാതാവും പിതാവും രക്ഷകനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകേണ്ടതും പ്രണവവും എല്ലാം ഞാൻ തന്നെ.
ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ മുൻനിർത്തി സർവ്വലോകത്തിനുമായി നൽകിയ ഉപദേശാമൃതമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ രാജവിദ്യാ രാജഗുഹ്യ യോഗം എന്ന 9-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകമാണ് ഇവിടെ ചൊല്ലിയത്. നിഷ്കാമ ഭാവനയോടെ ശുദ്ധമായ ഭക്തിയോടെ ആരാധിക്കുന്നവരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏതു ജനങ്ങളാണോ അനന്യമായ ചിന്തയോടെ നിത്യവും എന്നെ ആരാധിക്കുന്നത്, നിത്യവും എന്നോട് ചേർന്ന മനസ്സോടൊത്ത അവരുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ വഹിക്കുന്നു. അതായത് അവരുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുന്നു. ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. ഇതിന് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ സകാമ ഭക്തിയോടെ ഈശ്വരനെ ആരാധിക്കുന്നവർ സംസാരഗതിയെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അന്യചിന്തകളെല്ലാം ഉപേക്ഷിച്ച് തീർത്തും ഭഗവാനിൽ സമർപ്പിതമായ മനസ്സോടൊത്തവർക്കുള്ള ഫലത്തെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നിത്യൻ ഭക്തന്മാരുടെ യോഗക്ഷേമങ്ങൾ ഭഗവാൻ വഹിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആർജിച്ചിട്ടില്ലാത്തതിനെ ആർജിക്കുന്നതിന് യോഗമെന്നും ആർജിച്ചതിനെ രക്ഷിക്കുന്നതിന് ക്ഷേമമെന്നും പറയുന്നു. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം. രാജസദസ്സിലേക്ക് എഴുന്നള്ളും മുമ്പ് രാമകുമാരൻ ഇങ്ങോട്ട് എഴുന്നള്ളില്ലേ ജ്യേഷ്ഠത്തി? അറിയില്ല. ഇന്നത്തെ ദിവസം അവൻ എന്തു ചെയ്യണം തീരുമാനിക്കുന്നത് രാജഗുരുവും മറ്റു പുരോഹിതരുമായിരിക്കും. അവരനുവദിച്ചാൽ വരും. എന്നാലും നമ്മൾ കാത്തിരിക്കേണ്ട. ഈ ഹോമം അവസാനിച്ചാൽ നമുക്കങ്ങോട്ട് പുറപ്പെടാം. കുമാരനെത്തി. ധർമ്മനിരതരായ ഉത്തമ രാജർഷിയുടെ ആയുസ്സും കീർത്തിയും വംശമഹിമയും എൻ്റെ ഉണ്ണിക്ക് സിദ്ധിക്കട്ടെ. കുമാര, നിന്റെ പിതാവ് സത്യനിഷ്ഠനാണ്. എന്തു പ്രതിബന്ധമുണ്ടായാലും അദ്ദേഹം ഇന്നു തന്നെ നിന്റെ യൗവരാജാഭിഷേകം നടത്തും. കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭരതനാണ് യൗവരാജ്യം ലഭിക്കുന്നത്. എനിക്ക് വനമാണ് വിധിച്ചത്. 14 സംവത്സരം മഹർഷിമാരും ഒന്നിച്ച് നിർജനാരണ്യത്തിൽ വാഴണം. അമ്മയ്ക്കും സീതയ്ക്കും ലക്ഷ്മണനുമൊക്കെ ദുഃഖം തോന്നിയേക്കാം. എനിക്ക് പക്ഷെ സന്തോഷമാണ്. എന്താ ഇത്? ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ ആയാലോ? സമാധാനിക്കൂ അമ്മേ. അച്ഛൻ രാജ്യഭാരമേൽക്കാൻ പറഞ്ഞാൽ ഞാൻ അതു ചെയ്യും. വനയാത്ര ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും. രണ്ടിലും രാമന് ഭേദചിന്ത ഒട്ടുമേ ഇല്ലമ്മേ. നീ എന്റെ മകനായി ജനിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ വ്യസനം അനുഭവിക്കേണ്ടി വന്നത്. ഒരു സ്ത്രീക്ക് ഇതിനേക്കാൾ വലിയ ദുഃഖം എന്താണ്?
കൈകയുടെ ദാസിയേക്കാൾ താഴെയായി ഞാൻ. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും കുമാര? വനയാത്ര ചെയ്യുന്ന നിനക്കൊപ്പം ഞാനും വരും. അമ്മേ, അച്ഛന്റെ വാക്കു പാലിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? അച്ഛന്റെ വാക്ക് അനുസരിക്കണമെന്നല്ലേ അമ്മ പഠിപ്പിച്ചത്? അതല്ലേ ഞാൻ ചെയ്യുന്നത്. പിതൃവാക്യം അനുസരിച്ചതിന്റെ പേരിൽ ലോകത്താർക്കും നാശം സംഭവിച്ചിട്ടില്ലമ്മേ. പക്ഷേ കുമാര, പിതാവ് ദുർബുദ്ധി ഉപദേശത്തിന് വഴങ്ങി ഓരോന്നും പറയുമ്പോൾ അതൊക്കെയും അനുസരിക്കാൻ മകൻ സന്നദ്ധനാകണോ? ആരുടെ ഉപദേശപ്രകാരം എന്നതിന് ഒരു പ്രസക്തിയുമില്ലമ്മേ. ആര് പറയുന്നു എന്നതിനാണ് പ്രസക്തി. പിതാവ് പറയുന്നു, പുത്രൻ അനുസരിക്കുന്നു. അതാണ് ശരി. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ എന്നെ അനുഗ്രഹിച്ച് വനത്തിലേക്ക് അയക്കൂ. 14 ആണ്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. കുമാര, ധർമ്മവും സ്നേഹവും നോക്കിയാൽ പിതൃതുല്യമായ ഗുരുസ്ഥാനം എനിക്കുമുണ്ട്. കാട്ടിലേക്ക് പോകാൻ നിനക്കൊരിക്കലും ഞാൻ അനുവാദം തരില്ല. ഞാനും വരും നിനക്കൊപ്പം. അരുതമ്മേ, അമ്മയുടെ കർമ്മം അച്ഛനെ ശുശ്രൂഷിക്കുകയാണ്. ആ കർമ്മം അനുഷ്ഠിച്ച് അമ്മ ഇവിടെ തന്നെ നിൽക്കണം. എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ശ്രേഷ്ഠ ഭാരത ഓം അമൃതേശ്വരി നമഃ. ഗീതാമൃതം. അമൃതസരസിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബം കുചേലിന് ഓർമ്മയില്ലേ? അതുപോലെ അഷ്ടയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പോൾ. ഒരു ദിവസം ബ്രാഹ്മണന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഗീതാസൂക്തം പകർത്തി എഴുതി വീടുകൾ തോറും എത്തിക്കാൻ സ്വപ്നം അദ്ദേഹം ശിരസ വഹിച്ചു. താളിയോലകളിൽ ഗീത പകർത്തി വീടുകളിൽ നടന്ന് വിറ്റു. അതിൻ്റെ പ്രതിഫലം കൊണ്ട് അവർ ജീവിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ആർക്കും ഗീത വേണ്ടാതായിരിക്കുന്നു. ഭഗവാനെ കൃഷ്ണ, അങ്ങേ ധ്യാനിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ ഗതയോ അങ്ങിത് കാണുന്നില്ലേ? ഒട്ടും പട്ടണിയിലായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അദ്ദേഹം ഭ്രാന്തനെ പോലെയായി. കണ്ണനെ ഉച്ചത്തിൽ വിളിച്ചറിഞ്ഞു. ആരും വിളി കേട്ടില്ല. വെറുതെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. വെച്ച് നടന്നു. ആൽത്തറയിൽ എത്തി. താളിയോല വെറുതെ മറിച്ചു നോക്കി. കൃഷ്ണ, അങ്ങയുടെ ദുഃഖത്തിന് രസം കണ്ടെത്തിയവനാണോ നീ? എവിടെ നിന്റെ ധർമ്മം? ബ്രാഹ്മണൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നാരായം വലിച്ചെടുത്തു, തുളച്ചു. താളിയോലകൾ പിച്ചി ചീന്തി എറിഞ്ഞു. ഗീതാസൂക്തങ്ങൾ ദൂരെയായി. താളിയോലകൾ ആൽത്തറയിൽ ചിഹ്നിച്ചു. ഈ സമയത്ത് അതാ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് നോക്കൂ. ഒരു കോമള ബാലൻ. അവന്റെ തലയിൽ ഏറ്റവും വയ്യാത്തൊരു കുട്ടയമുണ്ട്. അമ്മേ, അമ്മേ, ആരുമില്ല ഇവിടെ? എന്താ കുഞ്ഞേ, ദേ വിളിച്ചോ? അമ്മേ, ഈ കുട്ടയുള്ള പലഹാരങ്ങൾ അവിടുത്തെ ഭർത്താവ് തന്നയച്ചതാ. അദ്ദേഹം പുറകെ വരുന്നുണ്ട്. വേഗം മക്കൾ കൊടുത്തേക്കൂ. പെട്ടെന്ന് അമ്മ എന്തോ കണ്ടെത്തുന്ന പോലെ അമ്പരന്നു. കുഞ്ഞെ, എന്താ ഇത്? നിന്നെ നെഞ്ചിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ കടുങ്ക ചെയ്ത്? ഓ, അതോ, സാരല്ലേ അമ്മേ, എനിക്ക് ഒരു വേദനയില്ല. കേട്ടാലമ്മ വിഷമിക്കരുത്. അവിടുത്തെ ഭർത്താവാണ് എന്താ ചെയ്തത്. അദ്ദേഹത്തിന് എന്നിൽ സംശയം ജനിച്ചപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന നാരായം എൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എന്നാലും അമ്മേ, അദ്ദേഹം എന്നിൽ പ്രേമമുള്ളവനാണ്.
ബ്രാഹ്മണഭഗ്നി ഉള്ളുതികി കരഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നുള്ളി നോവിക്കാത്ത അദ്ദേഹമാണോ കുഞ്ഞ് ഈ കടുങ്കൈ ചെയ്തത്? അമ്മേ, അദ്ദേഹം വരുന്നു, അദ്ദേഹത്തെ വിഷമിപ്പിക്കലേ. അമ്മ കുട്ടിയെടുത്ത് നിവർന്നതും ബാലനെ കാണാനില്ല. അത്ഭുതം! തലയിൽ നിന്ന് അപ്പകാരക്കുട്ട താഴെ വീണ് ചിതറി. മെഴുനീർപ്പൂക്കൾ അടർന്നു വീണു. കണ്ണാ, പൊന്നു മോനെ, നീയാര? ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. നിർത്തണേ നിന്റെ പ്രാർത്ഥന. ഇതൊരു പ്രാർത്ഥനയൊക്കെ മതി. കോപം കൊണ്ട് എന്തും ചെയ്യാമെന്ന് കഷ്ടാണ് സ്വാമി. അങ്ങ് കൊടുത്ത പലഹാരങ്ങളുമായി ഒരു ബാലൻ ഇവിടെ വന്നിരുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ നാണയം കൊണ്ട് കുത്താൻ മാത്രം. അവൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? എന്ത്? ഞാൻ കുത്തിയെന്നു ഞാൻ ആരുടെ കയ്യിലും ഒന്നും കൊടുത്തയച്ചിട്ടില്ല. ബ്രാഹ്മണൻ ബോധമില്ലാത്തവനെ പോലെയായി. കണ്ണാ, ആ കോമള രൂപം എനിക്ക് കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അപരാധമെല്ലാം പൊറുക്കൂ, അപരാധമെല്ലാം ക്ഷമിക്കൂ. ഓം അമരേശ്വരിയെ നമഃ. ശ്രേഷ്ഠ ഭാരതം ഞാനിതുമേയൊന്നറിഞ്ഞില്ല, രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകേയപുത്രിയാം അമ്മതൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ, അതിനിപ്പാദപത്മം പ്രമാണം ദയാനിധി. ആശയം വിശദീകരിച്ചു. ഇത് ഭരതൻ്റെ വനയാത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഭരതൻ സ്വന്തം ജ്യേഷ്ഠൻ കാനനവാസത്തിന് പോകുന്നതറിഞ്ഞ് വളരെ കുപിതനായിരിക്കുകയാണ്. അതും കൈകേയി കാരണമാണ് ജ്യേഷ്ഠൻ പോകുന്നതറിഞ്ഞ് അതിലും വളരെ കുപിതനായി. ആ സമയം സ്വന്തം ജ്യേഷ്ഠനെ വനവാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് രാജ്യഭാരം ഏൽപ്പിക്കുവാൻ ഭരതൻ തയ്യാറാവുകയാണ്. അതിനുവേണ്ടി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ പോയി. ആ സമയം ഭരദ്വാജ മുനിയോട് ഭരതൻ അറിയിക്കുന്നതാണ് ഈ ശകലം. അതിൽ ഭരതൻ പറയുന്നു, സ്വന്തം ജ്യേഷ്ഠൻ കാനനവാസത്തിന് പോകുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനല്ല കാരണം. എൻ്റെ അമ്മയായ കൈകേയിയുടെ വാക്കുകൾ, അതിൻ്റെ കാഗോള വിഷം, അതാണ് മൂല കാരണമെന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ ശുദ്ധനാണോ അശുദ്ധനാണോ അത് മുനി തീരുമാനിക്കണം എന്ന്, രാഘവൻ തീരുമാനിക്കണം എന്ന് പറയുന്നു. ഇതാണ് അതിൻ്റെ ശകലം. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. ഇത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ അയോധ്യാകാന്ഡത്തിൽ ഭരതൻ്റെ വിലാപം എന്ന ഭാഗത്തിലെ വരികളാണ്. ദശരഥ വിയോഗത്താൽ മനം നൊന്ത് കരയുന്ന ഭരതനെ വസിഷ്ഠ മഹർഷി ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ്. ഇതിൽ ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി വിവരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജഡമായാൽ മൂഢരായി നമുക്ക് തിരിച്ചറിവുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ദുഃഖത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സംസാര ജീവിതം നിസാരമായി കണ്ടാൽ പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു. ശ്രേഷ്ഠ ഭാരതം തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ ഞാനതു പാലിപ്പതിൻ
നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. സുഗന്ധി, പിതാവിന്റെ സമീപത്തേക്ക് മഹാമന്ത്രി സുമന്തർ ആര്യപുത്രനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് സമയം ഒരുപാടായല്ലോ. ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരാതെ നേരെ രാജസഭയിലേക്ക് പോയിട്ടുണ്ടാകുമോ? അതിനിടയില്ല ദേവി. രാജാഭിഷേകത്തിനായാലും യുവരാജാഭിഷേകത്തിനായാലും രാജാക്കന്മാർ പട്ടമഹിഷി സമേതേ ഇരിക്കാറുള്ളൂ. ദേവിയെ ഒപ്പം കൂട്ടാതെ ശ്രീരാമപ്രഭു അങ്ങനെയങ്ങ് പോകില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നു, പോയ നക്ഷത്രത്തിലെ മുഹൂർത്തം കഴിഞ്ഞു പോകുമോ എന്ന്. അത് അസാധ്യം ദേവി. വസിഷ്ഠ മഹർഷിയും മറ്റു പുരോഹിതരും സമയം തെറ്റിച്ച് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. എങ്കിൽ വൈകിക്കൂടാ, നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഒറ്റയ്ക്കോ? അകമ്പടിക്കാരെവിടെ? ആലവട്ടങ്ങൾ, വെൺകൊറ്റക്കുട, മുഖം വാടിയിരിക്കുന്നുവല്ലോ. എന്തുണ്ടായി പ്രഭു? സീതേ, നീ വ്യസനിക്കരുത്. പിതാവ് നമുക്ക് വിധിച്ചിരിക്കുന്നത് അയോധ്യയല്ല, ദണ്ഡകാരണ്യമാണ്. ദണ്ഡകാരണ്യമോ? അതെന്തിനാ? പുണ്യം വളർത്താൻ മഹാഋഷിമാരുടെ വിഹാരംഗമല്ലേ ദണ്ഡകാരണ്യം. അവിടെ വസിച്ച് പുത്രൻ കൂടുതൽ പുണ്യവാനാകട്ടെ എന്ന് അച്ഛൻ നിശ്ചയിച്ചു കാണും. അങ്ങ് സത്യം പറയൂ. ഇന്നലെ യുവരാജൻ വിധിച്ച പിതാവ് ഇന്ന് ദണ്ഡകാരണ്യം വിധിക്കണമെങ്കിൽ അതിന് കാരണം വേണ്ടേ? ആ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. കൈകേയി മാതാവിന് അച്ഛൻ 2 വരങ്ങൾ നൽകി. 1 ഭരതന്റെ രാജ്യാവകാശം, 2 രാമന് വനവാസം. പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് നാം ഇന്നു തന്നെ വനത്തിലേക്ക് പുറപ്പെടും. നീ പിതാവിനെയും മാതാവിനെയും ശുശ്രൂഷിച്ച് രാജ്യാവകാശിയായി വരുന്ന ഭരതനെ പ്രീതിപ്പെടുത്തി വൃതശുദ്ധിയോടെ ഇവിടെ വസിക്കണം. 14 വർഷം കഴിഞ്ഞ് ഞാൻ തിരികെ വരും. മഹാപ്രഭു, മനുഷ്യകുലത്തിൽ വെച്ച് ഉത്തമനാണങ്ങ്. പക്ഷെ അങ്ങയുടെ വാക്കുകൾ വെറും പതിര് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വ്യക്തിയും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനുള്ള ഫലം അവരവർ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഞാൻ സീത, അങ്ങയുടെ ഭാര്യ. അങ്ങയ്ക്ക് വനവാസത്തിനുള്ള കൽപ്പന കിട്ടുമ്പോൾ തന്നെ അത് എനിക്കും കിട്ടിയിരിക്കുന്നു. ഭർത്താവിനുള്ള സുഖവും ദുഃഖവും ഭാര്യയ്ക്ക് കൂടിയുള്ളതാണ്. ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ഭർത്താവിനപ്പുറം ആരാണുള്ളത്? എന്താണുള്ളത്? അവിടുന്ന് വനത്തിലേക്ക് പുറപ്പെട്ടാൽ അങ്ങയ്ക്ക് വഴിയൊരുക്കി ഞാൻ മുമ്പേ നടക്കും. അതൊരു ഭാര്യയുടെ അവകാശവും കർമ്മവുമാണ് ദേവാ. സീതേ, വനവാസം കഠിന യാതനകൾ നിറഞ്ഞതാണ്. അത് താങ്ങാൻ ദേവിക്ക് കരുത്തുണ്ടാവില്ല. വനവാസ ചിന്ത ഉപേക്ഷിച്ച് ഇവിടെ കഴിയാൻ ശ്രമിക്കുക. കൊടുങ്കാറ്റ്, കൂരിരുട്ട്, ഘോരമായ ഭയം, ഇതൊക്കെ വനത്തിൽ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പ്രഭു, അവിടുത്തെ സാന്നിധ്യവും അങ്ങയുടെ കാരുണ്യവും ഒപ്പമുള്ളപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം സുഖമായി ഭവിക്കും. ഭർത്താവ് ഒപ്പമില്ലാതെ ഒരു കുലസ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതങ്ങ് ചിന്തിക്കുന്നില്ല. അങ്ങ് ദണ്ഡകാരണ്യത്തിലായിരിക്കുമ്പോൾ അങ്ങയെ സംരക്ഷിക്കാൻ കഴിയുന്നത് എത്ര വലിയ പുണ്യമായിരിക്കും. സീതേ, നീ ഇല്ലാതെ സ്വർഗം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭയം എന്താണെന്ന് അറിയാത്തവനാണ് ഞാൻ. അതിനാൽ ദേവിയെ എവിടെയും എപ്പോഴും പരിരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ധീരന് യശസ് പോലെയാണ് രാമന് സീത. പക്ഷേ വനജീവിതത്തിന്റെ കാഠിന്യം ദേവി ഒപ്പം കൂട്ടുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു. വനവാസം എനിക്ക് വിധിച്ചതാണെന്ന് മുമ്പ് തന്നെ ദൈവജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങ് അമാന്തിക്കുന്നത്? സീതേ, ഞാൻ മനസ്സിലാക്കുന്നു നീ പൂർണ്ണ മനസ്സോടെയാണ് വനവാസത്തിന് ഒരുങ്ങുന്നതെന്ന്. എന്നോടൊപ്പം വനത്തിൽ വസിച്ച് കുലത്തിനും രാജ്യത്തിനും കീർത്തി വർദ്ധിപ്പിക്കാൻ ഉറച്ച പ്രിയപ്പെട്ടവളെ, വനവാസം നമുക്ക് പങ്കിട്ടനുഭവിക്കാം.
അമൃതേശ്വരിയേ നമഃ. അതിഭൂതം ശരോ ഭാവ പുരുഷശ്ചാദിദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ശ്രീമദ് ഭഗവത്ഗീതയിലെ 8ാം അധ്യായമായ അക്ഷരബ്രഹ്മയോഗത്തിലെ 4ാം ശ്ലോകമാണിത്. ഈ അധ്യായത്തിൽ അർജുനൻ ചില സംശയങ്ങൾ 7 ചോദ്യങ്ങളായി ഭഗവാനോട് ചോദിക്കുന്നു. ബ്രഹ്മം എന്താണ്? കർമ്മം എന്താണ്? അധ്യാത്മം എന്നാൽ എന്ത്? അതിഭൂതം എന്താണ്? അതിദൈവതം എന്ന് അറിയുന്നതാര്? ഈ ദേഹത്തിൽ അതിയജ്ഞൻ ആര്? മനസ്സിനെ അടക്കിയവരും മരണസമയത്ത് അങ്ങേ എങ്ങനെ സ്മരിക്കാൻ കഴിയും? ഇതിൽ അതിഭൂതം, അതിദൈവതം, അതിയജ്ഞൻ എന്നീ സംശയങ്ങൾക്ക് ഭഗവാൻ അർജുനന് ഈ ശ്ലോകത്തിൽ കൂടെ ജ്ഞാനം പകരുന്നു. അർജുനൻ യുദ്ധഭൂമിയിൽ എത്തിയപ്പോൾ കൗരവരെ കണ്ടപ്പോൾ അവരിൽ ശത്രുക്കളെ കാണാൻ കഴിഞ്ഞില്ല, പകരം ബന്ധുക്കളെയായാണ് കണ്ടത്. അർജുനൻ തൻ്റെ ശരീരം തളരുന്നതായി തോന്നി, പിന്നെ മനസ്സും. വിഷണ്ണനായി തളർന്നു താഴെ ഇരുന്ന അർജുനനെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ അതിഭൂതം, അതിദൈവതം, അതിയജ്ഞൻ എന്നീ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. ഹേ അർജുന, ശരീരം കൊണ്ടവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവനെ നീ മനസ്സിലാക്കിയാലും ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിഭൂതം. ഈ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. മനുഷ്യനാണെങ്കിലും പക്ഷിമൃഗാദികളാണെങ്കിലും ജീവാത്മഭാവം ഇല്ലെങ്കിൽ നാശമുറപ്പാണ്. ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്ന ജീവാത്മഭാവവും ഈശ്വരീയ ചൈതന്യവുമാണ് അതിദൈവതം. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദേവന്മാരുടെയും അധിപനായിട്ടുള്ള വിശ്വരൂപമാണ് അതിദൈവതം. അമ്മ പറയാറുണ്ട്, ഉപകരണങ്ങളിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നതും പ്രകാശിക്കുന്നതും. അതുപോലെ നമ്മിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് അതിദൈവതം. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ വാഴുന്ന പരമാത്മാവ് ഞാനാകുന്നു അതിയജ്ഞൻ. ആരെ സ്മരിച്ചുകൊണ്ടാണോ യജ്ഞം ചെയ്യുന്നത് അതും ഞാനാകുന്നു അതിയജ്ഞൻ. നമുക്ക് പരമവിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ കുറിച്ചറിയാം. നാരായണ നാമം ജപിച്ചു കൊണ്ടിരുന്ന പ്രഹ്ലാദനിൽ കോപിച്ച പിതാവായ ഹിരണ്യകശിപു, നിന്റെ നാരായണൻ എവിടെ? ഈ തൂണിലും തുരുമ്പിലും നിന്റെ നാരായണനുണ്ടോ എന്ന് പറഞ്ഞ് ഗദ കൊണ്ട് തച്ചുടച്ചപ്പോൾ തൂണിൽ നിന്നും പ്രത്യക്ഷമായി ഹിരണ്യകശിപുവിനെ വധിച്ചത് സാക്ഷാൽ നരസിംഹമൂർത്തിയാണ്. ജഡമായ തൂണിലും ഭക്തനായ പ്രഹ്ലാദനിലും ഭഗവാനിൽ വിദ്വേഷം നിറഞ്ഞ ഹിരണ്യകശിപുവിലും അതിഭൂതം, അതിദൈവതം, അതിയജ്ഞനായ ഭഗവാൻ തന്നെ. ഇത്ര അമൂല്യമായ ജ്ഞാനോപദേശം അർജുനന് ഭഗവാൻ കൊടുക്കാൻ തീരുമാനിച്ചതും അർജുനൻ്റെ ധാർമ്മിക മൂല്യങ്ങളുള്ള ചോദ്യങ്ങളാണ്. നമ്മളാണെങ്കിൽ എന്താണ് ചോദിക്കുക? അർജുനൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് കൊണ്ട് മാനവരാശിക്കും ഭഗവാന്റെ ജ്ഞാനോപദേശത്താൽ ധർമ്മത്തിൽ ഊന്നി ജീവിക്കാൻ അനുഗ്രഹമായി. ഓം അമൃതേശ്വരിയേ നമഃ.